അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരാൻ സാധ്യതയുണ്ട്. യോഗത്തിൽ തുടർ നീക്കങ്ങൾ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ചായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ ചലനങ്ങൾ ഉണ്ടാവുക. മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സമഗ്ര വിവരങ്ങളുമായി. മാനസ, ഗുഡ് മോർണിംഗ്. ഏതായാലും സിദ്ദീഖ് എവിടെയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്വേഷണ സംഘത്തിന് മുൻപിലും അതൊരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു വലിയ പ്രശ്നം അന്വേഷണ സംഘം നേരിടുന്നുണ്ടാകാം. കാരണം സിദ്ദീഖ് സ്വാഭാവികമായി നിരീക്ഷണത്തിലായിരിക്കാം. പക്ഷേ എന്നിട്ടും ഇത്രയും അയാൾക്ക് ഇങ്ങനെ ഒളിച്ചു പോകാൻ കഴിയുന്നത് എങ്ങനെ എന്ന വലിയ ചോദ്യം സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് നേരെയും ഉയർന്നു വരാം. ഇന്ന് പ്രത്യേക യോഗം ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് മറ്റ് സമഗ്രമായ വിവരങ്ങൾ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദീഖ് ഇത്തരത്തിൽ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൊച്ചിയിലെ 2 വീടുകളിലും സിദ്ദീഖ് ഇല്ല. സിദ്ദീഖ് പോകാനിടയുള്ള എല്ലാ ഇടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടങ്ങളിലൊന്നും സിദ്ദീഖിനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘം സിദ്ദീഖിനെ കണ്ടെത്തുക എന്ന തീരുമാനം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത്. നിലവിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് അന്വേഷണ സംഘം ഉടൻ തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണമെന്നും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തണമെന്ന അറിയിപ്പും ഉണ്ടായിരുന്നു, ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവ് എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുക എന്ന കാര്യം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതിനിടയിലാണ് സിദ്ദീഖ് ഇത്തരത്തിൽ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം എവിടെയും തന്നെ ഉണ്ടാകുന്നില്ല. അതിനിടയിൽ സുപ്രീം കോടതിയിൽ ജാമ്യം ഹർജി സമർപ്പിക്കാമെന്ന സാധ്യതയും മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ സിദ്ദീഖിനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കവും നടത്താനുള്ള തീരുമാനം തന്നെയാണ്. ഇതിനായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ യോഗത്തിൽ ഏത് രീതിയിലായിരിക്കണം തുടർ അന്വേഷണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് നിലവിൽ ഇത്തരത്തിൽ പരാതികൾ ഉന്നയിച്ച നടന്മാർക്കെതിരെ ഈ അന്വേഷണം ഊർജിതമായി തുടരുമ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ വെല്ലുവിളിയായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടാവുക. മാത്രമല്ല, അന്വേഷണവുമായി സഹകരിക്കാത്ത ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിനും ഒരു വെല്ലുവിളി തന്നെയാണ്. കീഴടങ്ങുക എന്ന സാധ്യത കണക്കിലെടുത്താണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെയുണ്ട്. ഏതായാലും ഈ കീഴടങ്ങൽ ഒരു മനോഭാവം ഇതുവരെയും സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സിദ്ദീഖിനെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ നടൻ സമീപിക്കുന്ന ഒരു നിലപാട് മുന്നിൽ കണ്ടത്. എന്നാൽ ഈ പരാതിക്കാരിയോട് ചോദിച്ചപ്പോൾ പരാതിക്കാരി അറിയിച്ചത് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സിദ്ദീഖ് സമീപിക്കുകയാണെങ്കിൽ അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാധ്യതയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പരാതിക്കാരി അതിനെതിരെ തടസ്സ ഹർജി സമീപിക്കാനുള്ള ഒരു നീക്കവും നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലും ഒരു തിരിച്ചടി തന്നെയായിരിക്കും സിദ്ദീഖിന് നേരിടുക എന്നതും ഇവിടെ പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ കീഴടങ്ങുക എന്ന കാര്യം മാത്രമാണ് സിദ്ദീഖിന് മുന്നിൽ ഉള്ളത്, അല്ലെങ്കിൽ പോലീസിനോട് അന്വേഷണവുമായി സഹകരിക്കുക എന്ന കാര്യമുണ്ട്. നിലവിൽ പരാതിക്കാരി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെളിവായി നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി തന്നെയാണ് സിദ്ദീഖിന് നേരിട്ടതും. അതുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുക എന്ന കാര്യം മാത്രമാണ് സിദ്ദീഖിന് മുൻപിൽ നിലവിൽ ഉള്ളത്. ഒരുപക്ഷെ തടസ്സ ഹർജി പരാതിക്കാരി സമീപിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയും അതേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സിദ്ദീഖിന്റെ ഈ മുന്നിലുള്ള ഒരേ ഒരു വഴിയാണ് ഇത്. ആ വഴിയും കൂടി അടയുന്ന ഒരു സാഹചര്യമാകും. അതുകൊണ്ട് അന്വേഷണ സംഘവുമായി സഹകരിക്കുക എന്ന കാര്യം മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ഇന്ന് ചേരാൻ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആയിരിക്കും യോഗം ചേരുക. നിലവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് കേസ് അന്വേഷിക്കുന്നത്. വഞ്ചിയൂർ കോടതിയിലാണ് കേസ് ഉള്ളത്. കോടതിയിൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വഞ്ചിയൂർ കോടതിയിലെത്തിയായിരിക്കും സിദ്ദീഖ് ഹാജരാകേണ്ടത്.